ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ക്രിസ്മസ് ഡേ ഇൻ മൈ ലൈഫ് അല്ലെ ഒരു കുട്ടി വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് തുടങ്ങുന്നത് തലേന്ന് രാത്രിയിലാണ്. അടുത്ത 24-ാം തീയതി തൊട്ടാണ് നമ്മൾ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ബീഫും അതുപോലെ തന്നെ പോർക്കും ചിക്കനും ഒക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ഒന്നുമില്ല, നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ്. അപ്പോൾ ക്ലീൻ ചെയ്യാനുള്ള ചിക്കനും പോർക്കും ബീഫൊക്കെ നമ്മളെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് കാട്ടുപോത്താട്ടോ, നമ്മളെപ്പോഴും കാട്ടുപോത്താണ് വാങ്ങിക്കുന്നത്. അപ്പം അത് അവർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം നല്ലപോലെ ഇനി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോഴത്തേക്കും നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് പൊളിച്ചൊക്കെ എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ പണി പെട്ടെന്ന് തീർക്കാമല്ലോ എന്ന് വിചാരിച്ചേ. അപ്പോൾ അതാ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് കുറിക്കാൻ വേണ്ടി ഞാൻ സൈഡിലൊരു ഓറഞ്ചും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഏകദേശം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചതയ്ക്കേണ്ടത് ചതച്ച് വെച്ചു, അരിയേണ്ടത് അരിഞ്ഞു വെച്ചു. ഇനിയിപ്പം നമുക്കൊരു തേങ്ങ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊരു തേങ്ങയ്ക്ക് നമുക്കൊരു പീസിന് 2.5 ദിർഹംസാണ് വരുന്നത്. അപ്പോൾ അതാ ഇനി ഞാൻ ഫുള്ളായിട്ടാണ് വാങ്ങിച്ചത്. ചിലപ്പോൾ ഞാൻ അവരെ കൊണ്ട് തന്നെ കട്ട് ചെയ്ത് വാങ്ങിപ്പിക്കും, ചിലപ്പോൾ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് കട്ട് ചെയ്യും. സാധാ ബീഫ് പോലല്ല കേട്ടോ, കാട്ടുപോത്ത് കഴുകി നമ്മുടെ ഊപ്പാട് വരും. കഴുകലിൽ ഇച്ചിരി ആവേശം കൂടി എൻ്റെ ഒരു ചട്ടി വരെ പൊട്ടിയെന്നുള്ളതാണ് വേറൊരു സത്യം. കാരണം ഒരുപാട് ചോര ഇതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങും കേട്ടോ, നമ്മുടെ ഈ കാട്ടുപോത്തിൽ നിന്ന്. അപ്പോൾ സാധാ ബീഫിനേക്കാളും കൂടുതൽ ചോര വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആകുന്നിടം വരെ നമ്മൾ കഴുകി നമുക്ക് നല്ല ക്ഷമയോടെ കഴുകണം. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ, നമ്മൾ നോർമൽ മേടിക്കുന്ന ബീഫിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ കാട്ടുപോത്തിന് കേട്ടോ. പിന്നെ അതാ ഞാൻ ഇനിയിപ്പോൾ ഓർത്ത് തേങ്ങ എടുക്കാം. അപ്പോൾ തേങ്ങ വെള്ളമൊക്കെ എനിക്ക് കുടിക്കാൻ വേണ്ടി ഞാൻ മൊന്തയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തേങ്ങയെല്ലാം പൊട്ടിച്ച് വെള്ളം നല്ലതാണോ എന്നൊന്നും അറിയത്തില്ല, നമുക്ക് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ തേങ്ങ പൊട്ടിക്കാനായിട്ട് നമ്മളിവിടെ ഫിഷൊക്കെ കട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടിലത്തെ പോലെ വാക്കത്തി ഒന്നുമില്ല, ഒരു കുറച്ച് വീതിയിലുള്ള ഒരു കത്തിയുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ തേങ്ങ പൊട്ടിക്കേണ്ടി വരുവാണെങ്കിൽ പൊട്ടിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കുക. പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ തേങ്ങ വെള്ളം എടുക്കുന്ന സമയത്ത് അതിനകത്ത് വീഴുണ്ടെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അതിനകത്ത് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫും അതുപോലെ തന്നെ പോർക്കും ഒക്കെ ഞാൻ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. വലിയ കുക്കറിൽ ഞാൻ ബീഫും വെച്ചു, ചെറിയ ഇതിൽ കുക്കറിൽ ഞാൻ പോർക്കും കൂടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം വൈറ്റ് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നാളത്തേക്കിന് ക്രിസ്മസിന് നമ്മൾ എടുക്കുമ്പം എല്ലാം നല്ല അടിപൊളിയായിട്ട് പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഞാനങ്ങ് രാത്രിയിൽ തലേന്ന് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ 2 കുക്കറിൽ നമ്മുടെ 2 ഐറ്റംസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ വിസിലൊന്ന് കേട്ടാലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. അപ്പം ഞാൻ എന്താ രാവിലെ എണ്ണീറ്റ് അപ്പത്തേന് അരച്ച് വെച്ചത് നോക്കിയപ്പോഴത്തേനും ഇതാ എല്ലാം പുളിച്ച് പൊങ്ങി നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിവേ എന്തായാലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ വെള്ളയപ്പം ചുട്ടു. അതുപോലെ തന്നെ ചിക്കൻ സ്റ്റൂ ആയിരുന്നു മോർണിംഗ്. അപ്പോൾ രാവിലത്തെ ഫുഡടി എല്ലാം കഴിഞ്ഞതാ നമ്മൾ ഉച്ചത്തേക്കിനുള്ള ഫുഡൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഞാനും അച്ചാച്ചനും നമ്മുടെ സാരക്കുട്ടിയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ആഹാരങ്ങൾ മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് നിരത്തി വെച്ച് വെറുതെ ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ വിചാരിച്ചത് ചോറാക്കാമെന്നാണ്. പിന്നെ ഞാനോർത്ത് ചോറ് വെക്കുമ്പോൾ പിന്നെ ഇനി എന്തെങ്കിലും ഒരു തോരൻ വെക്കണം, പിന്നെ അതിന് എന്തെങ്കിലും വേറൊരു കറി വേണം. ഇതാകുമ്പോൾ ബീഫും പോർക്കും ചിക്കനും പിന്നെ ഫിഷും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കപ്പ വേവിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലഞ്ച്. അപ്പോൾ ഇത് 24th നൈറ്റ് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസിനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ക്രിസ്മസ് വൈബ് പിടിച്ചതാണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടെ ഒന്ന് കാണിക്കാൻ, ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ തന്നെ ഉള്ളെങ്കിലും നമ്മുടേതായ ചെറിയ സന്തോഷങ്ങൾ നമ്മളത് എൻജോയ് ചെയ്യും കേട്ടോ. അതിപ്പം വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ തന്നെയാണെങ്കിൽ പോലും അത് അങ്ങനെ തന്നെ നമുക്കത് ഒരു എന്താ പറയുക, ആ ഒരു സന്തോഷ നിമിഷം അല്ലെ ആ ഒരു നല്ല നിമിഷം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ചുമ്മാ നമ്മൾ കുറച്ച് ഗാനങ്ങളൊക്കെ നമ്മുടേതായ രീതിയിൽ പാട്ട് പാടി അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വെച്ച് നമ്മളത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മുടെ ക്രിസ്മസ് ഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.